നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരെ വിമർശനമുണ്ടായെന്ന റിപ്പോർട്ടുകൾ തള്ളി CPM. റിയാസിനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമെന്നത് തെറ്റായ വിവരമാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തലസ്ഥാനത്തെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കരാറുകാരെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന റിയാസിന്റെ പരാമർശം വിവാദമായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ MLAയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി കണക്കാക്കാവുന്ന തരത്തിലായിരുന്നു റിയാസിന്റെ പ്രസംഗം. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് പ്രസംഗിച്ച് റിയാസിന്റെ നടപടിയിൽ CPM ജില്ലാ നേതൃത്വത്തിനും അതൃപ്തിയുണ്ടായിരുന്നെന്ന് വാർത്തകൾ വന്നിരുന്നു. കരാറുകാരെ പിരിച്ചുവിട്ടപ്പോൾ ചിലർക്ക് പൊള്ളിയെന്ന് താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയല്ലെന്ന് റിയാസ് പിന്നീട് പറഞ്ഞു. റിയാസുമായി പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞതും മാധ്യമങ്ങളെ പഴിചാരിയും കടകംപള്ളി ഫേസ്ബുക്കിൽ കുറിപ്പിടുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ വിമർശനമുയരുന്നുവെന്ന വാർത്തകൾ മന്ത്രി മുഹമ്മദ് റിയാസും തള്ളിയിരുന്നു. അസംബന്ധ വാർത്തയാണെന്ന് MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് തനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്ത അസംബന്ധമാണ്. കുറച്ചുകൂടി കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. കസേരയെടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു. എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന് കൊടുക്കാമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്മാർട്ട് സിറ്റി റോഡ് വിവാദത്തിൽ റിയാസിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നുവെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. നേതാക്കളെ സംശയത്തിൽ നിർത്തുന്ന മന്ത്രിയുടെ പരാമർശം അപക്വമാണ്. പ്രതികരണങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തുന്നില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നുവെന്നാണ് ലഭിച്ച വിവരം. എന്നാൽ ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതിനെ തള്ളിക്കളയുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി. റോഡ് തകർന്നതിനെതിരെ കടകംപള്ളി സുരേന്ദ്രൻ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ അദ്ദേഹത്തെ വിമർശിച്ച് റിയാസ് രംഗത്തെത്തിയിരുന്നു. പൊതുയോഗത്തിലെ റിയാസിന്റെ പ്രതികരണത്തിൽ CPIM ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ചത് കടകംപള്ളിയെയോ മറ്റു നേതാക്കളെയോ ആയിരുന്നില്ലെന്ന പ്രതികരണവുമായി മുഹമ്മദ് റിയാസ് രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ CMRL കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലെ SFIOയുടെ റെയ്ഡിൽ കിട്ടിയത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധ മൊഴിയുമെന്ന് റിപ്പോർട്ടുകൾ. ഇതെല്ലാം വിലയിരുത്തി SFIO അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും. മാസപ്പടിയിൽ അന്വേഷണത്തിൽ വീണയെയും DMR ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്. റെയ്ഡ് ഇന്നും തുടരും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് 3 വരെ നീണ്ടു. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. പരിശോധനാ സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി. വീണയുടെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴിയെടുത്തു. രേഖകളും ശേഖരിച്ചതായാണ് വിവരം. IT സേവനത്തിന്റെ പേരിൽ 1.72 കോടി രൂപ CMRL വീണയുടെ കമ്പനിക്ക് നൽകിയെന്നാണ് വിവാദം. കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് SFIOയ്ക്ക് അന്വേഷണം കൈമാറിയത്. SFIO റെയ്ഡിനെത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.